തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഫാത്തിമയുടെ ചിരിയും പോയി. നബി തങ്ങൾ വഫാത്തായപ്പോ നബി തങ്ങളും പോയി, എന്റെ ഫാത്തിമയുടെ സന്തോഷവും പോയി. മരിക്കുന്നത് വരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ചിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഈ ഫാത്തിമയാണ് നീ പഠിക്കേണ്ടത്. ഈ ഫാത്തിമയുടെ ജീവിതമാണ് പഠിക്കേണ്ടത്. ആ ഫാത്തിമയുടെ ജീവിതത്തിൽ നിനക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഉപ്പമാർക്ക് പഠിക്കാൻ, ഉമ്മമാർക്ക് പഠിക്കാൻ, പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ഫാത്തിമാനെ നിങ്ങൾ സ്നേഹിച്ചാ അവരെ ഞാനും സ്നേഹിക്കും, അവരെന്നെ സ്നേഹിച്ചവരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ആ ഫാത്തിമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ ജീവിതമാണ്. ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും ജീവിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡിനകത്താണ്. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ താമസിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡ് ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് ആ ഷെഡിനകത്താണ് രണ്ടുപേരും ജീവിച്ചിരുന്നത്. വല്ലാത്ത പ്രയാസമായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ് രണ്ടുപേരും ജീവിക്കുന്നത്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടു കൂടിയാണ് ജീവിച്ചത്. ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട്, പടച്ചവനെ, കലഹമുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഉമ്മയെയും മകനെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാണ്. കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ കൂടപ്പിറപ്പുകളുമായി സന്തോഷത്തോടുകൂടി കുടുംബ വീട്ടിൽ കഴിയുമ്പോ ചില പെണ്ണുങ്ങൾ ചെന്നാ, പടച്ചവനെ, ഉമ്മയെയും മകനെയും രണ്ടാകുകയാണ്. പെങ്ങളെ, പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടവിടെ കഴിയുകയാണ്. ഒരു ദിവസം അലിയാർ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അലിയാർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ,